another section. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിനെ പറ്റിയാണ്. Now, before that, you should know what is a statistics, right? It's a study of collection, analysis, interpretation, presentation, and organization of data. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡേറ്റ ഡേറ്റ എന്ന് പറയുമ്പം ന്യൂമറിക്കൽ നമ്പേഴ്സ് ആവാം. ഓക്കെ, ആ അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റനെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ ഡേറ്റ. സോ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, പിന്നെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ നിന്ന് എന്തും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ തരുന്ന ഡേറ്റയെ നമ്മൾ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യണം. അതായത് അതിൽ ചിലപ്പോൾ ടേബിൾ രീതിയിലായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫിഗർ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി നമ്മൾ പിക്ചോറിക്കലി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഫിഗർ റെപ്രസെന്റേഷനിൽ കാണിക്കാൻ പറ്റും. സോ വിഷ്വലി കാണിക്കുന്നതിനെയാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ഓർഗനൈസ് ദ ഡേറ്റ. അപ്പം നമുക്ക് കിട്ടുന്ന അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ആ ഡേറ്റാനെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. ഇത്രയും ഒരു പ്രൊസീജിയർ വരുന്ന ഒരു സ്റ്റഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് യു നോ ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. നമുക്ക് മാത്സിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ട്രെൻഡിങ് ആണ്. ഓക്കെ, നമുക്കിപ്പോ നോക്കാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും നമ്മുടെ ഒരു ഡിഫറെന്റ് കറന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഇമ്പോർട്ടൻസ് ഇറ്റ്സെൽഫ് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീപ്പായിട്ട് അറിയേണ്ടതുണ്ട്, അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആൻഡ് യു നോ ആസ് യു ആർ ഇൻ 9th സ്റ്റാൻഡേർഡ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് തിങ്സിനെ പറ്റിയാണ്. അപ്പൊ ഈ ബേസിക്സ് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അപ്കമിങ് ക്ലാസ്സസിൽ വരുമ്പോഴത്തേനും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ പഠിക്കുക. സോ ദിസ് ഈസ് എ ബേസിക് തിങ്. സോ നമ്മൾ ബേസിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. വാട്ട് ഈസ് മീനിങ് ദെയർ എന്നുള്ളത്, വാട്ട് ഈസ് ദ മീൻ ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ അതിലെ മെഷേഴ്സ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ എന്താ പറയാ പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. നമുക്ക് ഈസിലി മാർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് കാരണമാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ടി തന്നെ വരുന്നത്. ലൈക്ക് യു നോ, ഒരു കൊമേഴ്സ് എടുത്ത ഒരു കുട്ടിക്ക് അക്കൗണ്ടൻസി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവും. സോ ആസ് യു ഗോ ഇൻ ടു ദ ഹയർ ക്ലാസ്സസ്, ദ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ലെവൽ പഠിച്ച് വരുന്നതായിരിക്കും. നൗ ആസ് എൻ ഇൻട്രൊഡക്ഷൻ ഐ ടോൾഡ് യു വാട്ട് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്, റൈറ്റ്? Statistics എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് കളക്ടിങ് ദ ഡേറ്റ, ദെൻ വി ഹാവ് ടു അനലൈസ് ദ ഡേറ്റ. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും, അല്ലെ? അത് എന്താണെന്ന് നമ്മൾ നോക്കത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ന്യൂമറിക്കൽ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യും, അല്ലെ? സോ ദറ്റ് അനലൈസിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഇന്റർപ്രറ്റ് ചെയ്തെടുക്കും, അല്ലെ? ഇന്നതൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകും എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? അതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു കാര്യങ്ങളെ തന്നിരിക്കുന്ന ഡേറ്റാനെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത്, അത് ടാബുലർ ഫോമിലാവാം, അല്ലെങ്കിൽ ഡയഗ്രാം ഷോൺ ഇൻ ദ ഫിഗർ, ഇവിടെ ഒരു ഗ്രാഫ് പോലെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയോ അല്ലെങ്കിൽ ഒരു പൈ ചാർട്ടോ ലൈൻ ഗ്രാഫ്സോ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ വിഷ്വലി നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാം. ആൻഡ് വി ഹാവ് ടു ഓർഗനൈസ് ദ ഡേറ്റ. ഇനി ഇതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു കമ്പനിയുടെ സിഇഒ അതായത് കുറച്ച് എംപ്ലോയീസിനോട് പറയുന്നു, ഒരു ഫ്രേഗ്രൻസ് കമ്പനി അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രേഗ്രൻസ് കമ്പനി എന്ന് പറയുമ്പോൾ അവർ മെയിൻലി ഏത് ഫ്രേഗ്രൻസ് ആണ് കോമൺ പീപ്പിളിന്റെ ഇടയിലേക്ക് ഒരു സർവേ കണ്ടക്ട് ചെയ്യണം, ഏത് ഫ്രേഗ്രൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഇതിന് സ്റ്റാറ്റിസ്റ്റിക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സീനാറിയോ പറയാം. അതായത് ഒരു കമ്പനിയിൽ ഒരു സിഇഒ ഉണ്ട്. ആ സിഇഒ അവരുടെ എംപ്ലോയീസിനോട് പറയാണ്, നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ നെക്സ്റ്റ് ഒരു പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് പുതിയൊരു പെർഫ്യൂം കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പെർഫ്യൂം കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം
ഈ കോമൺ പീപ്പിളിന്റെ ഇടയിൽ ഏത് ഫ്രേഗ്രൻസിനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അവർക്ക് അറിയണം. ഫ്രേഗ്രൻസ് മീൻസ് അതിന്റെ മണം. അതായത് ജാസ്മിൻ, അവർ കുറച്ച് ഫ്രാഗ്രൻസിന്റെ ലിസ്റ്റ് കൊടുത്തു. അതായത് ജാസ്മിൻ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ റോസ് ആണോ ഇഷ്ടം, പിന്നെ ലാവൻഡർ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 3 ഫ്രേഗ്രൻസ് കൊടുത്തു. അപ്പൊ ഇതിൽ ഏതാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഒരു പെർഫ്യൂം കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ കോമൺ പീപ്പിളിന്റെ ഇടയിൽ അറിയത്തില്ല അവർക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത്. സോ ദേ ഹാവ് ടു കണ്ടക്ട് എ സർവേ. അപ്പൊ അതിനുവേണ്ടി അവരെന്താണ്, ആൾക്കാരുടെ ഇടയിലേക്ക് എന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡേറ്റ കളക്ഷൻ. നൗ ഡേറ്റ മീൻസ് ഇറ്റ്സ് എ നമ്പർ, റൈറ്റ്? ഇനിയും അത് കഴിഞ്ഞിട്ട് അവർ അനലൈസ് ചെയ്യുന്നു. അപ്പൊ അവർ കളക്ട് ചെയ്തു. ഒരു 50 പേരോട് ചോദിച്ചപ്പോഴത്തേക്കിന് അവർക്ക് കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റാസ് കിട്ടി. അതായത് കുറെ പേര് ജാസ്മിന്, കുറെ പേര് ലാവൻഡർ, പിന്നെ കുറെ പേര് റോസ്, അങ്ങനെ ഒരു 50 പേര് ലിസ്റ്റിംഗ് നമുക്ക് കിട്ടി. അപ്പം ഈ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പൊ ഒരു റോ ഡേറ്റ് ആണ്. ചുമ്മാ ഇങ്ങനെ കുറെ ജാസ്മിൻ, ലാവൻഡർ, റോസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് നമുക്ക് അതിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ എന്താണ്, ഒന്ന് ടാബ്ലർ കോളത്തിലാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ജാസ്മിൻ ആരൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, ലാവൻഡർ ആരൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, റോസ് ആരൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് അവരെന്താ ടാലി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ജാസ്മിൻ 12 പേര്, ലാവൻഡർ ഒരു 10 പേര്, അങ്ങനെ റോസ് എത്രയോ പേര് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ 35 പേരോ 32 പേരോ. അപ്പൊ ടോട്ടൽ കളക്ട് ചെയ്തെന്നാണ് അവരിങ്ങനെ ഓരോ നമ്പർ കണ്ടുപിടിക്കുക. അപ്പം കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നു 35 ആണെന്ന് അവർക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് കോൾഡ് ഇന്റർപ്രിട്ടേഷൻ. അവർ അനലൈസ് ചെയ്തെടുത്തു. ദാറ്റ് ഇസ് ആക്ച്വലി ടാബ്ലർ കോളം വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്തെടുത്തത്, അല്ലെ? അതിൽ നിന്ന് ഇന്റർപ്രിറ്റ് ചെയ്ത് അവർ എന്താണ് എടുത്തത്, ദാറ്റ് റോസസ് ഹാവിംഗ് ദി ഹയർ വെയിറ്റേജ്, അല്ലെ? അപ്പൊ ആൾക്കാരുടെ ഇടയിൽ റോസ് ഫ്രേഗ്രൻസിനാണ് കൂടുതൽ മണം എന്ന്, കൂടുതൽ ഇഷ്ടം റോസ് ഒരു ഫ്രേഗ്രൻസിനോടാണെന്നുള്ളത് മനസ്സിലാവും. ഇനി അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം? അപ്പൊ അവർക്ക് ഇപ്പം എംപ്ലോയീസിന് ഒരു ഔട്ട്പുട്ട് കിട്ടി. അതായത് റോസ് ആണ് ഏറ്റവും കൂടുതൽ മണം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഈ റോസ് ഫ്ലേവർ ആണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ സിഒ എടുത്ത് അവർക്ക് കൊണ്ടുപോയി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ദേ ഹാവ് ടു പ്രസന്റ് ദ ഡേറ്റ. അപ്പം അവർക്ക് സിഒയുടെ അടുത്ത് അത് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഡേറ്റനെ അവർക്ക് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. അതിനുവേണ്ടി ചിലപ്പോൾ അവർ ടാബ്ലർ കോളംസോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവറേജ് വില എടുക്കും. അതെ, ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് അതിലേക്ക് മീൻ വരുന്നത്? അതായത് 50 പേരെ നമ്മൾ സർവേ നടത്തിയപ്പോൾ അതിൽ നിന്ന് ആവറേജ് ഇത്ര പേര് റോസ് ഇഷ്ടപ്പെടുന്നു, ആവറേജ് രീതിയിൽ നമ്മൾ പറയും, അല്ലെ? ഇപ്പൊ ക്ലാസ് മാർക്കൊക്കെ എടുക്കുമ്പോൾ ക്ലാസ് ആവറേജ് 35 അല്ലെ 40. അപ്പൊ 40 കൂടുതൽ നമ്മൾ കിട്ടുമ്പോൾ യു ആർ ബെറ്റർ ദാൻ അതേഴ്സ്, അല്ലെ? ഇപ്പൊ ക്ലാസ് ആവറേജ് കുറവാകുമ്പോൾ നമ്മൾ പറയും കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ആവറേജ് എന്തെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു നീറ്റ് ആയിട്ട് ഒരു ഡേറ്റ അനാലിസിസ് നടത്തി അവർ ഇന്റർപ്രറ്റ് ചെയ്തെടുത്തത് ആ ഡേറ്റാനെ പ്രസന്റ് ചെയ്യുന്നു. ഇനി അത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേറെ എന്തെങ്കിലും മെഷറും കൂടെ വേണം. സോ ഇങ്ങനെ അവര് ആ ഒരു ഡേറ്റാനെ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ ദേ ഹാവ് ടു പ്രസന്റ് ഇറ്റ് ആൻഡ് ഓർഗനൈസ് ഇറ്റ് ടു ദി സിഇഒ. ഇങ്ങനെയാണ് ആ ഒരു എൻറ്റയർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പൊ സിഇഒക്ക് മനസ്സിലാകും, യെസ് ദേ ഹാവ് ഡൺ സം ഹോംവർക്ക് ഓൺ ദിസ്, അല്ലെ? അപ്പൊ അവർക്ക് കൊടുത്ത ഒരു അസൈൻമെന്റ് ആണ് എത്ര പേർക്ക് എത്ര ഫ്ലേവേഴ്സ്, എത്ര പേർക്ക് എത്ര ഫ്രേഗ്രൻസ് ആണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഫ്രേഗ്രൻസ് ഏതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഫുൾ അനാലിസിസ് അവർ കൊടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ പറയും ദേ ഹാവ് കം ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. അവരെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോസസ്സുകളാണ് അവർ ചെയ്തത് നമുക്ക് മനസ്സിലാകും. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് എ സീനാരിയോ, ഒരു റിയൽ ലൈഫ് സീനാരിയോ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ആ ഒരു ഡെഫിനിഷൻ ആണ് ആക്ച്വലി ഞാനൊന്ന് ഈ സീനാരിയോ രൂപേണ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ മനസ്സിലായല്ലോ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? നൗ നമുക്ക് ഈ ഒരു എൻ്റെ സെക്ഷനിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത് ആവറേജ് എന്നതിനെ പറ്റിയാണ്. ആവറേജ് ഓർ മീൻ. അപ്പം ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് മെഷർ ഇൻ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൽ ഒരു ഇമ്പോർട്ടൻറ്റ്
മെഷർ ആണ് മീൻ. ഈ മീൻ വെച്ചിട്ടാണ് നമ്മുടെ മിക്ക ഫാക്ടേഴ്സിലും നമ്മൾ മീൻ എടുത്തിട്ട് പറയും അതെ ഇതാണ് ആവറേജ്, ഓ മീൻ എന്ന് പറയുന്നത് തന്നെയാണ് ആവറേജ് എന്നുള്ള മീനിങ് വരുന്നത്. മീൻ ആണ് കറക്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ടേം എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം എന്ന് പറയുന്നത് മീൻ എന്നാണ്. അപ്പൊ നമുക്കിപ്പം നമുക്ക് വീണ്ടും നമുക്കൊരു റിയൽ ലൈഫ് സീനറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് വെതർ ഫോർകാസ്റ്റ് പറയും. ഇപ്പം ഒരു എൻറ്റയർ വീക്കിലെ ഫസ്റ്റ് മൺഡേ 10°C ആയിരുന്നു, ട്യൂസ്ഡേ 30°C ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണാറുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് സ്ഥലങ്ങളിലെ ഓരോ ടെമ്പറേച്ചേഴ്സ് ഇത്ര °C ആണ്, തിരുവനന്തപുരത്ത് ഇത്രയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പൊ അവർ അതിന്റെയൊക്കെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എടുത്തിട്ട് നമ്മൾ പറയും ചിലപ്പം നാളെ മഴ പെയ്യാം അല്ലെങ്കിൽ നാളെ പെയ്യാതിരിക്കാം. അങ്ങനെയുള്ള ഒരു ആവറേജ് ടെമ്പറേച്ചറിന്റെ കാൽക്കുലേഷൻ അവിടെയും വരാറുണ്ട്. ദാറ്റ് ഇസ് ഇൻ വെതർ ഫോർകാസ്റ്റ്. Now we have to know what is this mean actually. Mean എന്ന് പറയുന്നത് എന്താണ്? It is the number. അതൊരു നമ്പർ ആണ് which is got on dividing the sum by the number of terms. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ കുറച്ച് നമ്പേഴ്സ് ഒന്ന് വിചാരിക്കാം, 1 2 3 ഫോർ എക്സാമ്പിൾ. ഈ 3 നമ്പർ ഉണ്ടെങ്കിൽ ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. 1 + 2 + 3 ഡിവൈഡഡ് ബൈ, അതിനെ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഉണ്ട്? 1 2 3 3 ടേംസ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 3 എന്തായിരിക്കും നമുക്ക് കിട്ടുക? 3 + 2 5 5 + 1 6 അല്ലെ? 5 + 1 6 6/3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 2 അല്ലെ? അപ്പം അതായത് നമുക്ക് മീൻ എന്ന് പറയുന്നത് 1 2 3യുടെ മീൻ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇതിന്റെ ആവറേജ് എന്താണ്? മിഡിൽ വാല്യൂ, അല്ലെങ്കിൽ മിഡിലിൽ കിടക്കുന്നത്, ആവറേജ് ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ മീൻ ഓഫ് ദാറ്റ്. അപ്പൊ 3 + 1 സോറി നമ്മൾ ചെയ്തെന്താണ്? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്യുന്നു. ദിസ് ഇസ് ആക്ച്വലി കോൾഡ് മീൻ. അപ്പൊ നമുക്കിപ്പോ കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു പ്രൊസീജിയർ, മീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സം of the terms divided by the number of terms. I have the equation over here. So this is a main equation. Mean എന്ന് പറയുന്നത് it is sum of the terms divided by number of terms. അപ്പൊ sum of terms നമ്മൾ ഇവിടെ കണ്ടു 1 + 2 + 3 ആണ്. Number of terms എന്ന് പറയുന്നത് എന്താണ്? 3. എത്ര നമ്പർ ഉണ്ട്, എത്ര ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3യിലെ 1 എന്ന് പറയുന്നത് ഒരു ടേം ആണ്, 2 എന്ന് പറയുന്നത് അനദർ ടേം, 3 എന്ന് പറയുന്നത് അനദർ ടേം. സോ ദീസ് ആർ കോൾഡ് as terms. ഓരോ നമ്പറിനെ നമ്മൾ ടേം എന്നാണ് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഹൗ വി ആർ ഫൈൻഡിങ് ദി മീൻ. ഇപ്പൊ മനസ്സിലായോ? മീൻ എന്ന് പറയുന്നത് സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് ഓർത്തിരിക്കത്തില്ലേ? സോ ഈ ഒരു മീനിന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മുടെ എൻ്റെ സെഷൻ നമ്മൾ പോകുന്നത്. നമ്മുടെ പ്രോബ്ലംസ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? വേറെ കാര്യങ്ങളൊന്നും ഇതിൽ പഠിക്കാനില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം റിമെമ്പർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോയാലോ? ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഏർണിംഗ് ഡിഫറെന്റ് ഡെയിലി വേജസ് ഇൻ എ ഫാക്ടറി. അപ്പൊ നമ്മൾ തന്നിട്ടുണ്ട് ഒരു ഫാക്ടറിയില് ഡെയിലി വേജസ് 300 രൂപ, 350 രൂപ, 400 രൂപ, 450 രൂപ, 500 രൂപ. അപ്പൊ ഈ ഇങ്ങനെ ഡിഫറെന്റ് ഡെയിലി വേജസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് ഡെയിലി വേജസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഒരാൾക്ക് 300 കിട്ടുവാണെങ്കിൽ വേറെ ആൾക്ക് അയാളുടെ വർക്ക് അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ച് 350 ആയിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ ആ ഫാക്ടറിയിൽ 300 വാങ്ങിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്? 2 പേരുണ്ട്. 350 വാങ്ങിക്കുന്ന 4 പേരുണ്ട്. 400 വാങ്ങിക്കുന്ന 6 പേരുണ്ട്. 450 രൂപ വാങ്ങിക്കുന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 500 വാങ്ങിക്കുന്ന 4 പേരുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടാബ്ലോ ഡേറ്റ ആയിട്ട് തന്നിരിക്കും. ചിലപ്പോൾ ടാബ്ലോ ഡേറ്റ ആയിട്ടായിരിക്കും തരിക. അതിൽ നിന്ന് മീൻ കണ്ടുപിടിക്കാനും ചോദിക്കും. അപ്പം എങ്ങനെയായിരിക്കും മീൻ കണ്ടുപിടിക്കുക? സോ ഇവിടെ ചോദ്യം ചോദിക്കുന്നത് അത് തന്നെയാണ്. വാട്ട് ഇസ് ദ ആവറേജ് ഡെയിലി വേജസ് അല്ലെങ്കിൽ മീൻ ഡെയിലി വേജസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുക. അപ്പം ഓർക്കുക, മീൻ എന്ന് പറഞ്ഞാലും ആവറേജ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. ഓക്കെ, മീൻ ഓർ ആവറേജ്. ഡെയിലി വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ അതിന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. മുമ്പത്തെ പോലെ നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി ടേംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ? സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് ഓർക്കുക ഒരു ടാബ്ലോ ഡേറ്റ ആയിട്ടാണ്. ടാബ്ലോ ഡേറ്റ ആയിട്ട് തരുമ്പോൾ നമ്മൾ വേറൊരു
കോളം കൂടെ അല്ലെങ്കിൽ വേറൊരു ടേബിൾ ഉണ്ടാക്കണം. നമ്മുടെ ആൻസർ ചെയ്യുന്നത് അങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടേബിൾ ഉണ്ടാക്കണം. കാര്യം നമുക്കിപ്പോ സം ഓഫ് ടേംസ് ഒന്നും ഡയറക്ട്ലി തന്നിട്ടില്ല. 300 രൂപ വാങ്ങിക്കുന്ന 2 പേരുണ്ട്. അപ്പൊ നാച്ചുറലി അവർക്ക് കിട്ടുന്ന ടോട്ടൽ വേജ്, ടോട്ടൽ വെയിറ്റ് അല്ല, ടോട്ടൽ വേജ് ആണ്. ടോട്ടൽ വേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 600 ആണല്ലോ അല്ലെ? നമ്മൾ ഇത് രണ്ടും കൂടെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കോളം, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കോളം. അപ്പൊ ഈ രണ്ടെണ്ണമാണ് നമുക്ക് മുമ്പേ തന്നിരിക്കുന്നത്, ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അപ്പൊ മൂന്നാമത് ഒരു കോളം കൂടെ നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ടോട്ടൽ വേജ് അല്ലെങ്കിൽ ടോട്ടൽ വേജസ്. അതായത് രണ്ടെണ്ണം കൂടെ ആദ്യത്തെ കോളത്തിലെയും സെക്കൻഡ് കോളത്തിലെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക വാല്യൂസിനെ. 350 ഇൻറ്റു 4, അതായത് 350 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആ വാല്യൂ ഇവിടെ എഴുതണം. എത്ര ആയിരിക്കും കിട്ടുക? 1400. ഇനി 400 ഇൻറ്റു 6 എത്രയാ? 400 ഇൻറ്റു 6 വിൽ മേക്ക് 2400. ഇനി 450 ഇൻറ്റു 4, 450 ഇൻറ്റു 4 ഇസ് നത്തിങ് ബട്ട് 1800. ആൻഡ് 500 ഇൻറ്റു 4 എത്രയാണ്? ഇപ്പൊ 2000 വരും. അപ്പം ഇതുകൊണ്ട് നമുക്ക് നിൽക്കത്തില്ല. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സും കണ്ടുപിടിക്കണം, ടോട്ടൽ വേജസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയുണ്ട്? 2 + 4. ഇതെല്ലാം കൂടെ ഈ റോയിൽ ഈ കോളത്തിലുള്ള എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പൊ 2 + 4 അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 2 + 4 + 6 + 4 + 4, അതായത് തന്നിരിക്കുന്ന എന്തൊക്കെയുണ്ടോ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് അല്ലെ? കാരണം താരത്തെ ഡിനോമിനേറ്റർ നോക്കി നമ്പർ ഓഫ് ടേംസ് കിട്ടണമെങ്കിൽ ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് എല്ലാം കൂടെ, ഇപ്പൊ നമ്മൾ വർക്കറിനെ വെച്ചാണ് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മുടെ എത്ര വർക്കേഴ്സ് ടോട്ടൽ ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കാം. ഇപ്പൊ 2 + 4 6, 6 + 6 12, 12 + 8 20, അതായത് 20 വർക്കേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഈ ഒരു ടോട്ടൽ വേജസ് നമുക്ക് കണ്ടുപിടിക്കാം. കാര്യം 600 രൂപയും 1400 എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പം 600 + 1400 + 2400 + 1800 + 2000. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് കാൽക്കുലേഷൻ തെറ്റി പോകാതെ തന്നെ ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു അഡീഷനോ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനോ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ മൊത്തം തെറ്റും, നമ്മുടെ ഫുൾ മാർക്കും പോകും. അപ്പൊ നല്ല കോൺസെൻട്രേഷനോടെ തന്നെ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ആണിത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പൊ എന്താണ് ചെയ്തത്? ഇപ്പൊ നമുക്ക് ടാബ്ലോ ഡേറ്റ ആയിട്ട് തരുമ്പോൾ ആദ്യത്തെ കോളവും സെക്കൻഡ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മൾ ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതുന്നത്. അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും നോക്കുക. അതേപോലെ തന്നെ നമ്പർ ഓഫ് വർക്കേഴ്സും ആഡ് ചെയ്ത് എത്ര കിട്ടും നോക്കാം. ഇപ്പൊ ടോട്ടൽ വേജസ് നമുക്ക് നോക്കണമല്ലോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8200. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്ത കാരണം ഞാൻ വാല്യൂ എഴുതി വെക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ആക്ച്വലി എന്ത് സം ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ മീൻ കണ്ടുപിടിക്കാമല്ലോ. മീൻ അല്ലെങ്കിൽ ആവറേജ് വേജ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ആവറേജ് ഡെയിലി വേജ് കണ്ടുപിടിക്കാനാണ്. സോ മീനിൽ ആവറേജ് ഡെയിലി വേജ് എന്ന് പറയുന്നത് സം ഓഫ് ദി ആവറേജ്. അപ്പൊ അത് എത്ര കിട്ടുക? 8200 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? നമ്പർ ഓഫ് വർക്കേഴ്സിനെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യണം. അപ്പൊ അത് എത്രയാണ്? 20 കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. 820/2 വിച്ച് ഇസ് 410. അതായത് ₹410 ആണ് നമുക്ക് കിട്ടുന്ന മീൻ ഡെയിലി വേജ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 300-നും 500-നും ഇടയ്ക്കാണല്ലോ ഈ 450 എന്ന് പറയുന്നത്. കാര്യം 300 മുതൽ 500 ഡെയിലി വേജ് വാങ്ങിക്കുന്ന ഈ ഒരു റേഞ്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 300 വാങ്ങിക്കുന്നവരും ഉണ്ട്, 500 ആണ് മാക്സിമം വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മീൻ കിടക്കുള്ളൂ. 410 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദിസ് 300 ആൻഡ് 500 ആണല്ലോ. നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് ആ ഫാക്ടറിയിൽ 300 ആണ് ഡെയിലി വേജ് കൊടുക്കുന്ന ആൾക്കാരുടെ മിനിമം വാല്യൂ 300. ഇനി മാക്സിമം എത്ര വരെ പോയിട്ടുണ്ട്? 500 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഈ 300-ന്റെയും 500-ന്റെയും ഇടയ്ക്ക് കിടക്കുന്നതായിരിക്കും നമ്മുടെ മീൻ കിട്ടുക. അതായത് 410 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മീൻ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഡെയിലി വേജ് ആണ്. അതെന്ന് പറയുന്നത് ഈ 410 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദി ദിസ് 300 ആൻഡ് 500. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഇന്റർപ്രിട്ടേഷൻ. പിന്നെ ഇതെല്ലാം 410 അല്ല, വല്ല 600-ഓ വല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ കാൽക്കുലേഷൻ എവിടെയോ തെറ്റി, നിങ്ങൾ ചെയ്ത സ്റ്റെപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡീഷൻ ചെയ്തതോ ഡിവൈഡ് ചെയ്തതോ എവിടെയോ തെറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇൻ കേസ് ഇപ്പൊ 500 അബോവ് ആണ് നിങ്ങളുടെ വാല്യൂ പോകുന്നത്, അല്ലെങ്കിൽ 300-ന് താഴെയാണ് നിങ്ങളുടെ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി 217 അല്ലെങ്കിൽ
510 എന്നോ പറഞ്ഞ് മീൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം. നമുക്ക് സ്റ്റാർട്ടിങ് 300 ഡെയിലി വേജ് അല്ലെ, ഇനിയും എൻഡ് ചെയ്യുന്നതോ 500 അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തായാലും കിടക്കണം മീൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആൻസറും ഇതിന്റെ ഇടയ്ക്ക് തന്നെ കിട്ടണം. ഇതിനി അതിന്റെ ഇപ്പുറത്തോ അപ്പുറത്തോട്ടോ പോയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്ത സ്റ്റെപ്പ് തെറ്റി പോയിട്ടാണെന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ആ ഒരു മീനിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ. നമ്മളിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തില്ല കുറച്ച് കാര്യം. അതായത് മീൻ എന്ന് പറയുന്ന എപ്പോഴും 300-നും 500-നും ഇടയ്ക്ക് കിടക്കും എന്നുള്ളത്. അതായത് നമുക്ക് തരുന്ന റേഞ്ചിനകത്ത് തന്നെ നിൽക്കും മീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏകദേശം ഒരു ആവറേജ് എടുക്കണം, അപ്പൊ മിഡിലേക്ക് വരും. മനസ്സിലായല്ലോ? ഇനി അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് ദ ആവറേജ് ഓഫ് എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഫിക്സഡ് നമ്പേഴ്സ് ഇസ് ഓൾസോ ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. ആവറേജ് ഓഫ് എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ബിറ്റ്വീൻ ടു ഫിക്സഡ് നമ്പേഴ്സ് ഏതാണ്? 300-നും 500-നും ഇടയ്ക്കുള്ള ആവറേജ് കണ്ടുപിടിക്കാനാണ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. ദാറ്റ് ഈസ് ഓൾസോ ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ്. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ 410 എന്ന് പറയുന്നത് ഈ 300-നും 500-നും തന്നെ ഇടയ്ക്ക് കിടക്കും എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അതിന്റെ മിഡിലിൽ കിടക്കും. അതായത് 300-ന് താഴോട്ടും പോകത്തില്ല, 500-ന് അപ്പുറത്തോട്ടും പോകത്തില്ല. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ടു സെറ്റ്സ് ഓഫ് നമ്പേഴ്സ്, ടു സെറ്റ്സ് ഓഫ് 6 നമ്പേഴ്സ്. 6 നമ്പേഴ്സ്, 2 സെറ്റിന്റെ 6 നമ്പേഴ്സ് കണ്ടുപിടിക്കണം വിത്ത് ആവറേജ് 60. 6 നമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി, അതിന്റെ ആവറേജ് 60 ആണ്. സാറ്റിസ്ഫൈൻ ഈച്ച് ഓഫ് ദ കണ്ടീഷൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 4 ഓഫ് ദി നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നുണ്ട് 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 16, 2 നമ്പർ ഗ്രേറ്റർ ദാൻ 60 ആയിരിക്കണം. അതായത് നമുക്ക് കുറച്ച് 6 നമ്പേഴ്സ് ഉണ്ടാക്കണം. ആ 6 നമ്പേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ 6 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 60 കിട്ടണം. എങ്ങനെ കിട്ടും? നമുക്കൊരു 60-ന് താഴെയുള്ള 4 നമ്പേഴ്സ് ഏതൊക്കെ? നമുക്ക് 20, 30, 40, 50. 60-ന് താഴെയാണല്ലോ. ഇനി 60-ന് മുകളിലുള്ള 2 നമ്പർ ചൂസ് ചെയ്യണം. മേ ബി നമുക്കൊരു 100-ഉം 120 എടുക്കാം. എടുത്ത് നോക്കാം മീൻ ഇത് കിട്ടുമെന്നുള്ളത്. അപ്പൊ 6 നമ്പർ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ, 6 നമ്പറുകളുണ്ട്. ഇനി ഇതിന്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി നമ്പേഴ്സ്. അത് 20 + 30 + 40 + 50 + 100 + 120 the whole divided by 6 നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് 20 + 30 50 കിട്ടും, 50 + 40 90 കിട്ടും, 90 + 50 140, 240, 240 + 120 we get it as 360/6. ഇതിന്റെ എന്താണ് കിട്ടുക? 360/6 എന്ന് പറയുന്നത് 60 ആണല്ലോ. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമുള്ള റാൻഡം നമ്പേഴ്സ് ചൂസ് ചെയ്യാം. പക്ഷെ ചെയ്ത് നോക്കണം അത് ആവറേജ് 60 തന്നെ കിട്ടുമെന്നുള്ളത്. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് 10ഓ 15ഓ അങ്ങനെ ഇഷ്ടമുള്ള 60-ന് താഴെയുള്ള 4 നമ്പേഴ്സും എടുക്കാം, 60-ന് മുകളിലുള്ള 2 നമ്പറും എടുക്കാം. പക്ഷെ അതിന്റെ ആവറേജ് 60 കിട്ടുമെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെ വേണമെന്നില്ല, ഇഷ്ടംപോലെ റാൻഡം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യാം. only thing is that average 60 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആ 60 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനിലോ 4 ഓഫ് ദി നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 60 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രേറ്റർ ദാൻ 60 എന്ന് പറയുമ്പോൾ തന്നെ 2 നമ്പർ ഗ്രേറ്റർ ദാൻ 4 നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 60 ആൻഡ് 2 ഓഫ് ദം ആർ ലെസ് ദാൻ 60. ഇപ്പൊ 2 നമ്പർ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പം 5ഉം 15ഉം എടുത്തു എന്ന് വിചാരിക്കാം. 2 നമ്പർ ലെസ് ദാൻ 60. ഇനി 60ക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് 70, 80, 90, 100 എടുത്തു എന്ന് വിചാരിക്കാം. 70, 80, 90, 100 ആകുമ്പോഴത്തേക്കിന് അതിന്റെ ആവറേജ് നമുക്ക് എടുക്കുമ്പം എന്ത് കിട്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ചെക്കിംഗ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ നമ്പേഴ്സ് മാറ്റണം, നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ നമ്പേഴ്സ് ചൂസ് ചെയ്യണം. അത്രയുള്ള കാര്യം. മീൻ ചെയ്തു നോക്കുക. 60 അല്ല 60.5ഓ 61ഓ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാണ്. കറക്റ്റ് 60 തന്നെ കിട്ടണം. 60.1 ആണെങ്കിൽ അത് അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ വീണ്ടും നമ്മൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. അതായത് വീണ്ടും ട്രൈ ചെയ്യുക, അത് കറക്റ്റ് നോക്കാം മീൻ കിട്ടുമോ 60. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്പേഴ്സ് മാറ്റി നോക്കുക. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ട്രയൽ ആൻഡ് എറർ. ട്രൈ ചെയ്യുക, എറർ ആണെങ്കിൽ വീണ്ടും മാറ്റുക, അതാണ്. അപ്പൊ ആവറേജ് ഇവിടെ ഇപ്പൊ എത്രയായിരിക്കും? സം ഓഫ് നമ്പേഴ്സ് എടുത്തേ 5 + 15 + 70 + 80 + 90 + 100 the whole divided by 6. ഇതിന്റെ ആവറേജ് എത്ര കിട്ടും? 100 + 90 190, 190 + 80 270, 270 + 70 340, 340 + 20 വരും. അതായത് 360 വരുന്നുണ്ട് അല്ലെ. 360/6 = 60. അതായത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആവറേജ് 60 തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ എടുത്തേക്കുന്ന
രണ്ട് ചൂസ് ചെയ്തേക്കുന്ന രണ്ട് സെറ്റിലെ 6 നമ്പേഴ്സും എന്താണ് കറക്റ്റ് ആണ്. കാര്യം നമുക്ക് ആവറേജ് 60 തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. അണ്ടർസ്റ്റുഡ്. ഇനി അതെല്ലാം ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ 60.1 60.5 എല്ലാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏതെങ്കിലും ഒക്കെ നമ്പേഴ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ 15 എന്നുള്ള 5ഉം 15ഉം വേണമെന്നില്ല. ആ 20 വരുന്ന പോലെ 11ഉം 8ഉം നിങ്ങൾക്ക് എടുക്കാം. അപ്പം 20 തന്നെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് വന്നിട്ട്. അപ്പൊ സെറ്റ് ഓഫ് നമ്പേഴ്സ് വരുമ്പോൾ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ആവറേജ് ഇസ് ഈക്വൽ ടു 12 പ്ലസ് നമ്മുടെ ആ ഒരു മെയിൻ ഇക്വേഷൻ അത് മാത്രമേ ഉള്ളൂ. 12 പ്ലസ് 18 പ്ലസ് 17 പ്ലസ് 13 പ്ലസ് 20 പ്ലസ് 10 ദ ഹോൾ ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദി ആവറേജ്? നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 90 ആണ്. 90/6. വാട്ട് ഇസ് 90/6? ദി ആൻസർ വിൽ ബി 15. So this is the average of these set of numbers. So കുറെ set of numbers ഉണ്ട്. അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചു 15 ആണെന്ന് നമുക്ക് മനസ്സിലാവും. Now next question, if the mean of 18 scores is 10. നമ്മൾ ഈ ഡേറ്റ ഒന്ന് എഴുതി വെക്കാം. mean of 18 സ്കോഴ്സിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 10 തന്നിട്ടുണ്ട്. മീൻ ആണ് 10 തന്നിരിക്കുന്നത്. what is the sum of 18 scores? what is the equation of mean? mean is equal to സം ഓഫ് ടേംസ്. ഇപ്പൊ നമ്മളിപ്പോ സ്കോറിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പൊ സം ഓഫ് സ്കോർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്കോർസ് എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ മെയിൻ സം ഓഫ് ടേംസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് സ്കോറിനെ പറ്റി സംസാരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളൊന്ന് റീഫ്രേസ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് മീൻ എത്ര? 10 ആണെന്ന് അറിയാം. സം ഓഫ് സ്കോർസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് അറിയത്തില്ല. സം ഓഫ് സ്കോർ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഇവിടെ ബൈ നമ്പർ ഓഫ് സ്കോർസ്. എത്ര സ്കോർസ് ഉണ്ട്? 18 സ്കോറും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയും ഉണ്ട് സം ഓഫ് 18 സ്കോർസ്. അപ്പൊ എത്ര നമ്പർ ടോട്ടൽ? 18 ആണ് അല്ലെ. അപ്പം ഇതിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് സ്കോർ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ ആ ഒരു മെയിൻ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഈ 18നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതായത് 10 × 18 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 180. അപ്പൊ ടോട്ടൽ സ്കോർ എത്ര ആയിരിക്കും കിട്ടുക? 180 എന്ന് പറഞ്ഞു കിട്ടും. ജസ്റ്റ് ആ ഒരു ഇക്വേഷനിൽ മീൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സ്കോറുമായിട്ട് നമ്പർ ഓഫ് സ്കോർസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ആവറേജ് ഓഫ് 8, 9, 11, 2x is 10. ആവറേജ് ഓഫ് 8ന്റെയും 9ന്റെയും 11ന്റെയും 2x-ന്റെയും ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? മീൻ എന്ന് പറയുന്നത് 10 ആം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി നമ്മൾ മീന്റെ ഇക്വേഷൻ അറിയണം അല്ലെ. മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ടേംസ്. അപ്പം 8 പ്ലസ് 9 പ്ലസ് 11 പ്ലസ് 2x ഡിവൈഡ് ബൈ എത്ര ടേംസ് ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. Now 8 plus 9 എന്താ? 17. 17 plus 9 you get it as 28 plus 2x by 4 is equal to 10. അതിൽ നിന്ന് 4നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. You get 28 plus 2x is equal to 40. അതിൽ നിന്ന് 28 plus 2x is equal to 40 എന്നാണല്ലോ. അതിൽ നിന്ന് 2x is equal to എന്ത് കിട്ടും? 40 minus 28 which is equal to 12. or x is equal to 12/2. സിമ്പിൾ കാൽക്കുലേഷൻസേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ എന്താണ്? 6 കിട്ടും. സോ യോർ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അപ്പം 2 × 6 12 വരും. അതായത് 8, 9, 11, 12ന്റെ ആവറേജ് ആണ് 10 എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ തിങ്. അണ്ടർസ്റ്റുഡ്. അപ്പൊ ആ ഒരു വാല്യൂ 2x ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഓഫ് എക്സ് മാത്രം കണ്ടുപിടിക്കാം. സോ എക്സിന്റെ വാല്യൂ 6 വരും. അണ്ടർസ്റ്റുഡ്. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Refer the table below, find the mean height. അപ്പൊ നമുക്കിവിടെ ഒരു ഹൈറ്റിന്റെ റേഞ്ച് ആണ് തന്നിരിക്കുന്നത് ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ ഈ ഒരു ഇത്രയും ചെയ്ത പ്രോബ്ലംസിൽ നമ്മൾ സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ ആവറേജ് തന്നിട്ട് സം ഓഫ് സ്കോറിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. എല്ലാം ഒരു മെയിൻ ഇക്വേഷൻ വെച്ചിട്ടാ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് ഡെയിലി വേജസ് തന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ആവറേജ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേറൊരു ടേബിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെ പറ്റുമോ? ഇല്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ആയിട്ടാണ്. 148 മുതൽ 152 വരെ എത്ര പിള്ളേരുണ്ട്? 8 പിള്ളേരുണ്ട്. ഇനി 152 മുതൽ 156 വരെയോ 10 പിള്ളേരുണ്ട്. 156 മുതൽ 160 സെന്റിമീറ്റർ റേഞ്ചിൽ 15 പിള്ളേരുണ്ട്. ഒരു ക്ലാസ്സിലെ ഹൈറ്റ് എടുക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ
എത്ര പിള്ളേരുണ്ട്? 10 പേര്. 164 മുതൽ 168 വരെയോ 7 പിള്ളേരുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ക്ലാസ് ഇന്റർവെൽ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഹൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു റേഞ്ച് പോലെ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവെലിന്റെ രൂപത്തിൽ. ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ദിസ് വാല്യൂ ടു ദാറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര നമ്പർ എന്ന് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ തരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ടേബിൾ വെച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ റേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇന്റർവെൽ ആയിട്ട് തരുമ്പോൾ, അതായത് ദിസ് വാല്യൂ ടു ദാറ്റ് വാല്യൂ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ, വീണ്ടും ഞാൻ പറഞ്ഞു ടാബുലർ വേയിലാണ് കണ്ടുപിടിക്കുന്നത്. ടാബുലർ വേ തരുമ്പോൾ ടാബുലർ വേ തന്നെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പക്ഷേ ഇപ്പം സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ 148 മുതൽ 152 എന്നുള്ളത് പറ്റത്തില്ല. അതിന്റെ മിഡിൽ വാല്യൂ എടുക്കാം. അപ്പൊ 148ന്റെയും 152ന്റെയും മിഡിൽ വാല്യൂ എത്ര? 148 പ്ലസ് 152 ഡിവൈഡ് ബൈ 2 ചെയ്തേ നമുക്ക് കിട്ടുന്ന 150 ആയിരിക്കും. അതായത് മിഡിൽ വാല്യൂ ഓഫ് ക്ലാസ് കണ്ടുപിടിക്കുക 150. ഇനി 152 ടു 156ന്റെ മിഡിൽ വാല്യൂ എത്ര ആയിരിക്കും? 154. അപ്പൊ നിങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 150, രണ്ടാമത്തെ 154, 4 ഡിഫറൻസിലാ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത ബാക്കിയുള്ളതും നിങ്ങൾക്ക് എന്താണ്, വെറുതെ ചെയ്ത് നോക്കണ്ട, 4 ആഡ് ചെയ്ത് പോയാൽ മതി. നോക്കിയേ 158 വരും. ആക്ച്വലി 158 എന്ന് പറയാൻ 156ന്റെയും 160ന്റെയും ഇടയ്ക്ക് കിടക്കുന്നതാണല്ലോ. ജസ്റ്റ് കറക്റ്റ് മിഡിൽ വാല്യൂ തന്നെ വേണം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, ക്ലാസ് ഇന്റർവെൽ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക ആ ക്ലാസിന്റെ. ആ മിഡിൽ വാല്യൂ വെച്ചിട്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ ആദ്യം ചെയ്ത പോലെ ടാബുലർ വേ തന്നെ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതാണ് രീതി. അപ്പം ഇവിടെ 158 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി 160, 164ന്റെ ഇടയ്ക്കുള്ളത് ഏതാണ്? 162. 164ന്റെയും 168ന്റെ ഇടയ്ക്ക് ആരാണ് കിടക്കുന്നത്? 166 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, മിഡ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? അത് നമ്മുടെ ഈ തന്നിരിക്കുന്ന വാല്യൂസ് തന്നെ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ മതി രണ്ടാമത്തെ കോളത്തിലോട്ട്. അതായത് 8 ഇവിടെ വരും, 10 ഇവിടെ വരും, 15 ഇവിടെ വരും, 10 ഇവിടെ വരും, 7 ഇവിടെ വരും. ആ വാല്യൂസിനൊന്നും മാറ്റമില്ല. നൗ വി ഹാവ് ടു മൾട്ടിപ്ലൈ. അതായത് എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 150 ഇൻറ്റു 8 എത്രയായിരിക്കും കിട്ടുക? 1200. 154 ഇൻറ്റു 10 1540. 158 into 15 we get it as 2370. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിവിടെ കറക്റ്റ് വാല്യൂസ് പെട്ടെന്ന് എഴുതി പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. 166 into 7 എത്ര ആയിരിക്കും കിട്ടുക? ഇറ്റ്സ് 1162 കിട്ടി. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു വൈ കിട്ടി. ഇനി നമ്പർ ഓഫ് ചിൽഡ്രന്റെ ടോട്ടൽ, കാര്യം നമ്മളുടെ മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ടേംസ്. അപ്പൊ ഈ സം ഓഫ് ടേംസ് ആണ് നമുക്ക് ഈ കിട്ടുന്ന എക്സ് വൈന്റെ ടോട്ടൽ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നാണ് അല്ലെ? അപ്പൊ സം ഓഫ് ടേംസ് കിട്ടാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. മൂന്നാമത്തെ കോളത്തിലെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യണം. അതേപോലെ സെക്കൻഡ് കോളത്തിലെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്തേ. അതായത് ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. അതായത് 8 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 7, 8 പ്ലസ് 10 18, 18 പ്ലസ് 15 33, 33 10 43, 43 7 50 കിട്ടും. ഇനിയും ഈ മൂന്നാമത്തെ കോളത്തിലെ വാല്യൂസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 1200 പ്ലസ് 1540 പ്ലസ് 2370 പ്ലസ് 1620 പ്ലസ് 1162. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ആഡ് ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ്, അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7892 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ മീൻ ഇപ്പൊ കണ്ടുപിടിക്കാമല്ലോ. മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ടേംസ്. അപ്പൊ ഇപ്പൊ കിട്ടിയ നമ്മൾ എക്സ് ഇൻറ്റു വൈ ചെയ്ത് ടോട്ടൽ ചെയ്ത 7892 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. അതായത് സിംഗിൾ ഒരു നമ്പർ ആയിട്ട് നമുക്ക് കിട്ടണം. ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ? 50 ആണ്. ആൻഡ് ദ ആവറേജ് ഓഫ് ദിസ്, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 7892 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോൾ മീൻ കിട്ടുന്നത് 157.84 എന്നാണ്. ആൻഡ് ഇതിപ്പോ സെന്റിമീറ്ററിലാണെങ്കിൽ അത്രയും സെന്റിമീറ്റർ എന്ന് പറയും. സോ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 157.84. ഇപ്പൊ ഇതും ശ്രദ്ധിച്ചേ, നമ്മുടെ ക്ലാസ് ഇന്റർവൽ 148 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് അല്ലെ? ടു എത്ര വരെ ഉണ്ട്? 168 വരെ. ഇതിന്റെ ഇടയ്ക്കാണല്ലോ നമ്മളുടെ മീൻ കിടക്കുന്നത് അല്ലെ? കിട്ടിയ വാല്യൂ എത്ര?
157.84 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദിസ് 148 ആൻഡ് 168. സോ അങ്ങനെ നമുക്ക് പറയാം നമ്മുടെ മീൻ കറക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആണോ, അതായത് എക്സ്ട്രീം വാല്യൂസിൽ പോവാണെങ്കിൽ അത് തെറ്റാന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു കറക്റ്റ് പോയിന്റ് ഒക്കെ നമ്മൾ കാൽക്കുലേഷൻ തെറ്റാതെ തന്നെ ചെയ്യേണ്ടതാണ്. അണ്ടർസ്റ്റുഡ്? Now നമ്മൾ different type of problems കണ്ടു. Now let's have a quick recap of what we have discussed. So we have seen what is status. ഒരു scenario ഞാൻ കാണിച്ചു തന്നു. It's a study of collection, analysis, interpretation, presentation, organization of data. And we have seen the one equation of mean. അതാണ് ഉള്ളൂ ഇതിലെ ഈ ചാപ്റ്ററിലെ എൻറ്റയർ ഒരു ഈ ഒരു സെക്ഷനിലെ എൻറ്റയർ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ. അത് ഇതാണ്, മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. ആൻഡ് ഓൾസോ വി ഹാവ് derived an important result, that is average of any set of numbers between two fixed numbers is always between these two numbers. So ഇത് വെച്ചിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് കണ്ടു. ടാബ്ലർ വേയിൽ കണ്ടുപിടിച്ചു, പിന്നെ ചുമ്മാതെ കുറച്ച് ഡേറ്റ വന്നുമ്പം അതിൽ നിന്ന് മീൻ കണ്ടുപിടിക്കാനും അല്ലാത്ത രീതിയിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ്സ് ഫോർ ദ സെക്ഷൻ. Manorama Horizon, learning made simple.